ഇനി ആപേക്ഷിക സാന്ദ്രത എന്നൊരു ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. അത് കൂടാതെ ഹൈഡ്രോമീറ്റർ, പിന്നെ ലാക്ടോമീറ്റർ എന്നിവയെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അതോടെ ഈ പാഠം കഴിയും. പിന്നെ വിലയിരുത്താം, പ്രോബ്ലം ചെയ്യാനാണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി പറയാനുള്ളത് ആപേക്ഷിക സാന്ദ്രത. ഇതൊക്കെ എളുപ്പമുള്ള ടോപ്പിക്സ് തന്നെയാണ്, കുഴപ്പമില്ല. ഓക്കെ, ആപേക്ഷിക സാന്ദ്രത ഇതിനു മുമ്പ് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. ഓക്കെ, ആപേക്ഷിക സാന്ദ്രത. എല്ലാ ദ്രാവകങ്ങൾക്കും ഒരേ സാന്ദ്രതയാണോ? അല്ലല്ലോ. ജലത്തിനൊരു സാന്ദ്രത, എണ്ണയ്ക്ക് ഒരു സാന്ദ്രത, അങ്ങനെയാണല്ലോ അല്ലേ? നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ ജലവും മണ്ണെണ്ണയും ഒഴിച്ചാൽ അതിൽ മണ്ണെണ്ണ മുകളിൽ നിൽക്കും അല്ലേ? അപ്പൊ അവയ്ക്ക് എന്താണ്, സാന്ദ്രതയിൽ വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും. സാന്ദ്രത പറഞ്ഞാൽ എന്താണ്? മാസ് ഹരിക്കണം വ്യാപ്തമാണ് സാന്ദ്രത, മാസ് ബൈ വ്യാപ്തം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതില് ജലത്തേക്കാൾ സാന്ദ്രത, ഇവിടെ 4 ദ്രാവകങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട് അല്ലെ? എന്തൊക്കെയാണ്? മണ്ണെണ്ണ, വെളിച്ചെണ്ണ, ഗ്ലിസറിൻ, പൂരിത ഉപ്പുലായനി എന്നീ 4 ദ്രാവകങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇവയെ ജലത്തേക്കാൾ സാന്ദ്രത കൂടിയവ കുറഞ്ഞവ എന്ന് പട്ടികപ്പെടുത്താം. ഓക്കെ, ജലത്തേക്കാൾ സാന്ദ്രത കൂടിയ ഇതിൽ ഏതൊക്കെയാണ്? പൂരിത ഉപ്പുലായനി, ഗ്ലിസറിൻ എന്നിവ ജലത്തേക്കാൾ സാന്ദ്രത കൂടിയവയാണ് അല്ലെ? ഓക്കെ, ഈ ചുവന്ന കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഇവിടെ എഴുതണം കേട്ടോ. ഓക്കെ, ജലത്തേക്കാൾ സാന്ദ്രത കൂടിയതിൽ എഴുതണം ഗ്ലിസറിനും പൂരിത ഉപ്പുലായനിയും. ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞതാണ് മണ്ണെണ്ണ, വെളിച്ചെണ്ണ തുടങ്ങിയവ. ഓക്കെ, ഈ പച്ച കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല, അത് നിങ്ങളിവിടെ ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞവ എന്ന ഈ ഒരു കോളത്തിൽ എഴുതണം. ഓക്കെ, കോളത്തിൽ എഴുതണം. ജലത്തിന്റെ സാന്ദ്രത പഠിക്കാനുണ്ട്, സിമ്പിളാണ്. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നതാണ് ജലത്തിന്റെ സാന്ദ്രത. ഓക്കെ, 1000 ആണ് യൂണിറ്റ്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, നിങ്ങൾ യൂണിറ്റ് അടക്കം പഠിക്കണം കേട്ടോ. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് ജലത്തിന്റെ സാന്ദ്രത. മറ്റു പദാർത്ഥങ്ങളുടെ സാന്ദ്രത ജലത്തിന്റെ സാന്ദ്രതയുമായി താരതമ്യപ്പെടുത്തേണ്ട സന്ദർഭങ്ങൾ ശാസ്ത്ര പഠനത്തിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ആപേക്ഷിക സാന്ദ്രത എന്താണെന്ന് പറഞ്ഞാൽ അതിന് ഉത്തരമാണ് ഇവിടെ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു പദാർത്ഥത്തിന്റെ സാന്ദ്രത ജലത്തിന്റെ സാന്ദ്രതയുടെ എത്ര മടങ്ങാണ് എന്ന് പറയുന്നതാണ് ആ പദാർത്ഥത്തിന്റെ ആപേക്ഷിക സാന്ദ്രത. മനസ്സിലായോ? ഓക്കെ, സാന്ദ്രത എന്താണെന്നറിയാം. ആ പദാർത്ഥത്തിന്റെ മാസ് ഹരിക്കണം വ്യാപ്തം അല്ലെ? മാസ് ഹരിക്കണം വ്യാപ്തമാണ് സാന്ദ്രത, മാസ് ഹരിക്കണം വ്യാപ്തം. എന്നാൽ ആപേക്ഷിക സാന്ദ്രത പറഞ്ഞാൽ അത് ഒരു പദാർത്ഥത്തിന്റെ സാന്ദ്രത ജലത്തിന്റെ സാന്ദ്രതയുടെ എത്ര മടങ്ങാണ് എന്ന് പറയുന്നതാണ് ആ പദാർത്ഥത്തിന്റെ ആപേക്ഷിക സാന്ദ്രത. ആപേക്ഷിക സാന്ദ്രത കണക്കാക്കൽ എങ്ങനെയാണ്? ആപേക്ഷിക സാന്ദ്രത ഈസ് ഈക്വൽ ടു, ആപേക്ഷിക സാന്ദ്രത സമം പദാർത്ഥത്തിന്റെ സാന്ദ്രത ഹരിക്കണം ജലത്തിന്റെ സാന്ദ്രത ചെയ്യണം. ഓക്കെ, ആപേക്ഷിക സാന്ദ്രത, ഒരു പദാർത്ഥത്തിന്റെ ആപേക്ഷിക സാന്ദ്രത പറഞ്ഞാൽ ആ പദാർത്ഥത്തിന്റെ സാന്ദ്രത ഹരിക്കണം ജലത്തിന്റെ സാന്ദ്രത. ഓക്കെ, ഇത് ജലത്തിന്റെ സാന്ദ്രത എത്രയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ 1000 ആണ്. ഓക്കെ, ജലത്തിന്റെ സാന്ദ്രത 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യമുണ്ട്, ജലത്തിന്റെ സാന്ദ്രത 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും മണ്ണെണ്ണയുടെ സാന്ദ്രത 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും ആണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എങ്ങനെ കണക്കൂട്ടാന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ആപേക്ഷിക സാന്ദ്രത കാണേണ്ട ഇക്വേഷൻ എന്തായിരുന്നു? പദാർത്ഥത്തിന്റെ സാന്ദ്രത ഹരിക്കണം ജലത്തിന്റെ സാന്ദ്രത. ഓക്കെ, ഈ അടിയിലുള്ളത് മാറില്ല. എന്താണ്? ജലത്തിന്റെ സാന്ദ്രതയാണ് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, മാറുന്ന എന്താണ്? ഈ മുകളിലുള്ളത് മാത്രം പദാർത്ഥമാണ് മാറുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് തന്നിട്ടില്ല? മണ്ണെണ്ണയാണ്. മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത ഈസ് ഈക്വൽ ടു മണ്ണെണ്ണയുടെ സാന്ദ്രത അല്ലെ? പദാർത്ഥത്തിന്റെ സാന്ദ്രത എന്ന സ്ഥലത്ത് മണ്ണെണ്ണയുടെ സാന്ദ്രത എഴുതി ഹരിക്കണം ജലത്തിന്റെ സാന്ദ്രത. അടിയിലുള്ളത് മാറില്ല, ജലത്തിന്റെ സാന്ദ്രത. മണ്ണെണ്ണയുടെ സാന്ദ്രത തന്നിട്ടുണ്ട്, എത്രയാണ്? 810 ആണ്. അത് നമ്മൾ എവിടെ എഴുതി? 810. ഓക്കെ, 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എഴുതി. ഹരിക്കണം ജലത്തിന്റെ സാന്ദ്രത അറിയാം, 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇത് ചെയ്യാം. ഓക്കെ, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കോ. 810 ഹരിക്കണം 1000 അല്ലേ? ഇവിടുത്തെ ഒരു പൂജ്യത്തിന് കണക്കായിട്ട് ഇവിടെ ഒരു പോയിന്റ് ഇടുന്നതായിട്ട് സങ്കല്പിച്ചോ. ഓക്കെ, പക്ഷെ ഇവിടെ 2 പൂജ്യം ഉണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ 2 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടാം. പക്ഷെ ഇവിടെ 3 പോയിന്റ് ഉണ്ട്, 3 പൂജ്യം ഉണ്ട്. അപ്പൊ 3 സ്ഥാനം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പോയിന്റ് ഇടാം. അപ്പൊ എന്തായി? ഇസ് ഈക്വൽ ടു എത്രയാണ്? 810. ഇതാ ഉത്തരം കേട്ടോ. പോയിന്റ് അങ്ങനെ ഇടുന്നുണ്ടോ? ഓക്കെ, ആദ്യം മുകളിലുള്ളത് അതേപോലെ എഴുതി. ഈ പൂജ്യത്തിന് റെസ്പോണ്ട് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഇടാന്ന് വിചാരിക്കാം. 2 പൂജ്യമുള്ളത് ആ പോയിന്റ് ഇവിടത്തേക്ക് മാറ്റാം. 3 പൂജ്യമുള്ളത് ആ പോയിന്റ് ഇതിന്റെ മുന്നിലോട്ട് മാറ്റാൻ വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പൊ എത്ര?
0.810 മുമ്പിലൊരു 0 കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, മനസ്സിലായല്ലോ? ഇത്രയാണ് 0.810. അതായത് 0.81 എഴുതി വെച്ചാൽ മതി. കാര്യം മനസ്സിലായല്ലോ? അതായത് ഹരിക്കണം 10 എന്നോ 100 എന്നോ 1000 എന്നോ 10,000 എന്നോ ഒക്കെ ആണെങ്കിൽ, അതായത് 0 വന്നിട്ട് മുമ്പിലൊരു 1, ഇത്തരം സംഖ്യകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ പോയിന്റ് ഇട്ട് കൊടുക്കാം. 810 ഹരിക്കണം 1000 ആയിരുന്നു. ഇവിടെ അടിയിൽ ഒറ്റൊരു 0 ഉള്ള സംഖ്യ ആണെങ്കിൽ, അതായത് 10 ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കാം. അപ്പൊ എത്ര? 81.0. ഇവിടെ 100 ആണെങ്കിലോ 2 0 അല്ലേ 100-നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് 2 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കാം. ഇവിടെ 1000 ആണ്, അതായത് 3 0 ഉള്ള ഒരു സംഖ്യയാണ്. 3 0 ഉള്ള സംഖ്യയാണ് 1000, പിന്നെ മുമ്പിൽ 1 അല്ലേ. അപ്പൊ എന്താ, 3 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. അതാണ് ഇവിടെ കണ്ടത്, കണ്ടോ? 3 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുത്തു. പോയിന്റിന് മുമ്പിൽ 0 ഇട്ട് കൊടുത്തു. 0.810, അതായത് 0.81. മനസ്സിലായല്ലോ? എന്തിനെ കൊണ്ട് ഹരിക്കുമ്പോഴാണ്? അടിയിൽ 10, 100, 1000, 10,000 ഒക്കെ ആണെങ്കിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ ഉത്തരം എഴുതിയിട്ടുള്ളത്. 0.810 അല്ലെ, 0.810. 0.81 മാത്രം എഴുതിയാലും മതി. ഓക്കെ, ഈ യൂണിറ്റ് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. കാരണം എന്തേ, മുകളിലും ഒരേ യൂണിറ്റ് kg/m³ ആണ്, താഴെ അതേ യൂണിറ്റ് ആണ് kg/m³ ആണ്. അതുകൊണ്ട് ആപേക്ഷിക സാന്ദ്രത എഴുതുമ്പോൾ നിങ്ങൾക്ക് യൂണിറ്റ് എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സംഖ്യ മാത്രം എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇവിടെ കണ്ടോ, ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഇല്ല എന്ന് ഓർമ്മിക്കുമല്ലോ. മനസ്സിലായല്ലോ? ഇവിടെ യൂണിറ്റ് എഴുതേണ്ട ആവശ്യമില്ല. എന്തിന്? ആപേക്ഷിക സാന്ദ്രതയ്ക്ക്. ഓക്കെ, അപ്പൊ ആരെങ്കിലും നിങ്ങളോട് ആപേക്ഷിക സാന്ദ്രതയുടെ യൂണിറ്റ് എന്ത് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഇല്ല. ഓക്കെ, ഇവിടെ കണ്ടോ, ചെമ്പിന്റെ സാന്ദ്രത 8900 kg/m³ ആണെങ്കിൽ ആപേക്ഷിക സാന്ദ്രത എത്രയായിരിക്കും? ഓക്കെ, എന്ത് ചെയ്യണം? ആദ്യം മുകളിൽ പദാർത്ഥത്തിന്റെ സാന്ദ്രത എന്നതിന് പകരം ചെമ്പിന്റെ സാന്ദ്രത ഹരിക്കണം ജലത്തിന്റെ സാന്ദ്രത എഴുതും. ഇതിന് മുകളിൽ ചെമ്പിന്റെ സാന്ദ്രത എഴുതി 8900 kg/m³ ഹരിക്കണം 1000 kg/m³. ഓക്കെ, ഇനി ഇവിടെ എങ്ങനെ എഴുതണം എന്ന് പറഞ്ഞത്, ഇവിടെ അടിയിൽ 3 പൂജ്യമുള്ള സംഖ്യയാണ് അല്ലേ, 1 2 3 അല്ലെ. 10 100 1000 10,000 സംഖ്യകൾ അടിയിലെങ്കിൽ ഞാൻ അതിന് ടെക്നിക്ക് പറഞ്ഞു തന്നു. ഇവിടെ എത്ര? 1000-ന് 3 0. അപ്പൊ എനിക്ക് ഇവിടെ 3 സംഖ്യ കഴിഞ്ഞിട്ട് പോയിന്റ് ഇടാം. ഇവിടെ 0, രണ്ടാമത്തെ 0, മൂന്നാമത്തെ സംഖ്യ 9. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പോയിന്റ് ഇടാം. അപ്പൊ ഇവിടെ വരും, ഇവിടെ വരും, ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. എത്ര? 8.900. നിങ്ങൾ 8.9 ഉത്തരം എഴുതിയാൽ മതി. കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ചോദ്യം, മെർക്കുറിയുടെ ആപേക്ഷിക സാന്ദ്രത 13.6 ആണെങ്കിൽ അതിന്റെ സാന്ദ്രത എത്രയായിരിക്കും? എന്ത് തന്നിട്ടില്ലേ? ഇവിടെ ആപേക്ഷിക സാന്ദ്രതയാണ് തന്നിട്ടില്ലേ. അങ്ങനെയാണെങ്കിൽ മെർക്കുറിയുടെ സാന്ദ്രത എത്രയാണെന്ന് ചോദിച്ചിട്ടില്ലേ. ഇവിടെ ഞാൻ ലെഫ്റ്റ് സൈഡ് ചെയ്ത് കണ്ടോളൂ. എന്താ, മെർക്കുറിയുടെ സാന്ദ്രത, ആപേക്ഷിക സാന്ദ്രത എങ്ങനെ കണക്കാക്കാം? മെർക്കുറിയുടെ ആപേക്ഷിക സാന്ദ്രത ഈസ് ഈക്വൽ ടു, മുകളിൽ മെർക്കുറിയുടെ സാന്ദ്രത എഴുതണം അല്ലെ, ഹരിക്കണം ജലത്തിന്റെ സാന്ദ്രത. ഇവിടെ എനിക്ക് മെർക്കുറിയുടെ സാന്ദ്രത എനിക്കറിയില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇവിടെ എക്സ് എന്ന് എഴുതി വെച്ചു. അറിയാത്ത സംഖ്യ എക്സ് എന്ന് എഴുതി വെച്ചു തൽക്കാലം, അറിയാത്തതുകൊണ്ട്. ഹരിക്കണം ജലത്തിന്റെ സാന്ദ്രത അറിയാത്ര 1000 kg/m³. ഈസ് ഈക്വൽ ടു എന്താണ് ഉത്തരം കിട്ടുന്നത്? മെർക്കുറിയുടെ ആപേക്ഷിക സാന്ദ്രത. അതെനിക്കറിയാം, എത്ര? 13.6. അങ്ങനെയാണ് അറിയാത്ത ഏതാണ്? ഇതല്ലേ അറിയാത്തത്, ഈ എക്സ് അല്ലേ അറിയാത്തത്. അപ്പൊ എനിക്കെന്ന് വെച്ചാൽ എക്സ് മാത്രം ഇവിടെ വെച്ചിട്ട് ഈ 1000-നെ എനിക്ക് ഇപ്പുറത്തേക്ക് ഇടാം, അതായത് വലതുവശത്തേക്ക് ഇടാം. ഇവിടെ ഹരിക്കണം 1000 എന്നല്ലേ ഉണ്ടായത്. അപ്പൊ ഇതിനെ ഈ വലതുവശത്തേക്ക് പോകുമ്പോൾ എന്താകും? ഗുണിക്കണം 1000 ആകും. അതാ ഇവിടെ കാണിച്ചു, കണ്ടോ, ഗുണിക്കണം 1000. ഇനി ഇവിടെ ഗുണിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ 13.6 ആണ് അല്ലെ. ഇവിടെ 3 0 ഉണ്ട്. ഇതിൽ ഒരു 0 കണക്കായിട്ട് എനിക്ക് ഈ പോയിന്റ് ഇവിടുന്ന് മാറ്റാം. ഓക്കെ, ഈ പോയിന്റ് എനിക്ക് ഇവിടുന്ന് ഇപ്പുറത്തേക്ക് മാറ്റിയായിട്ട് വിചാരിച്ചു. ഓക്കെ, ഈ പോയിന്റ് ഇവിടുന്ന് മാറ്റി വിചാരിച്ചു. ഒരു 0 കണക്കായിട്ട് ഞാൻ എന്താക്കി, ആ പോയിന്റ് ഇവിടുന്ന് മാറ്റി. അപ്പൊ എത്ര? 136 അല്ലെ, 136 കിട്ടി. ഓക്കെ, എന്നിട്ടോ ഇവിടെ എത്ര 0 കൂടി ഉണ്ട്? 2 0 കൂടി ഉണ്ട് ഇവിടെ അല്ലെ. അപ്പൊ ആ 136 എഴുതിയിട്ട് പിന്നെ ഞാൻ ചെയ്തു, 136 എഴുതിയിട്ട് ഈ 2 0 കൂടി ഇട്ട് കൊടുത്തു. ഓക്കെ, ഈ 2 0 എക്സ്ട്രാ ഇട്ട് കൊടുത്തു. അപ്പൊ എത്രയാണ്? 13,600 kg/m³. യൂണിറ്റ് എഴുതണം. അതാണ് എന്തെന്ന്? മെർക്കുറിയുടെ സാന്ദ്രത. മെർക്കുറിയുടെ സാന്ദ്രത മനസ്സിലായിട്ടില്ലെങ്കിൽ കുറച്ച് ബേക്കെടുത്തിട്ട് ഈ ഭാഗം ഒന്നുകൂടി കേട്ടു നോക്ക്. ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മള് ചെമ്പിന്റെ ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിച്ചു, മണ്ണെണ്ണയുടെ ഒക്കെ കണ്ടുപിടിച്ചു. അങ്ങനെയാണ് ജലത്തിന്റെ ആപേക്ഷിക സാന്ദ്രത എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? അല്ലെ, ആപേക്ഷിക സാന്ദ്രത ഈസ് ഈക്വൽ, ആപേക്ഷിക സാന്ദ്രത എന്ന് പറഞ്ഞാൽ പദാർത്ഥത്തിന്റെ സാന്ദ്രത ഹരിക്കണം ജലത്തിന്റെ സാന്ദ്രതയാണ്. അങ്ങനെയാണെങ്കിൽ ജലത്തിന്റെ ആപേക്ഷിക സാന്ദ്രത പറഞ്ഞാൽ പദാർത്ഥം എന്താണ്? ജലം തന്നെയല്ലേ അല്ലെ. ജലത്തിന്റെ ആപേക്ഷിക സാന്ദ്രത അപ്പൊ എന്ന് വെച്ചാൽ എന്താണ്? പദാർത്ഥത്തിന്റെ സാന്ദ്രത ബൈ ജലത്തിന്റെ സാന്ദ്രത എന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാം?
ജലത്തിന്റെ സാന്ദ്രത ഹരിക്കണം ജലത്തിന്റെ സാന്ദ്രത എഴുതാം. അപ്പൊ എത്രയായി? 1000 ഹരിക്കണം 1000 എന്നൊന്നു അല്ലെ. അപ്പൊ ഏതൊരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 1 അല്ലെ. അപ്പൊ 1000 ഹരിക്കണം 1000 എത്രയാണ്? 1. അപ്പൊ ജലത്തിന്റെ ആപേക്ഷിക സാന്ദ്രത 1 എന്ന് പറയാം. ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ലേ, പദാർത്ഥങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത എങ്ങനെ കണ്ടെത്താന്നാണ്. ഓക്കെ, അതാണല്ലോ ഇപ്പൊ പഠിച്ചത്. ഇനി പറയാനുള്ളത് പ്ലവന തത്വം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അത് കേട്ടിട്ടില്ല, ആ ക്ലാസ് ഒന്ന് കേട്ട് നോക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ചില ഉപകരണങ്ങൾ പരിചയപ്പെടാവുന്നതാണ്. ഹൈഡ്രോമീറ്റർ. ഹെഡിങ്ങിന്റെ പേരെന്താ? എന്താണ് ടോപ്പിക്? ഹൈഡ്രോമീറ്റർ. ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. ഒരു ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ച് ലഭ്യമായ വിവിധ ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത കണ്ടെത്തുക. ഓക്കെ, ഇവിടെ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ജലത്തിൽ ഹൈഡ്രോമീറ്റർ കാണിക്കുന്ന അങ്കനം എത്രയായിരിക്കും? ഓക്കെ, ഹൈഡ്രോമീറ്റർ എന്തളക്കുന്ന ഉപകരണമാണ്? ആപേക്ഷിക സാന്ദ്രത അളക്കുന്ന ഉപകരണമാണ്. അപ്പോൾ ജലത്തിൽ ഹൈഡ്രോമീറ്റർ കാണിക്കുന്ന ജലത്തിന്റെ ആപേക്ഷിക സാന്ദ്രതയാണല്ലോ. ജലത്തിന്റെ ആപേക്ഷിക സാന്ദ്രത 1 എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് ഇതിനുത്തരം എത്രയാണ്? 1. ജലത്തേക്കാൾ സാന്ദ്രതയുള്ള ദ്രാവകത്തിൽ ഹൈഡ്രോമീറ്റർ സൂചിപ്പിക്കുന്ന അങ്കനം 1 എന്ന അങ്കനത്തിന് മുകളിൽ ആയിരിക്കുമോ താഴെ ആയിരിക്കുമോ എന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ ചിത്രം നോക്കുക. ഇവിടെ ഇത് വാട്ടർ, ഓക്കെ, ജലമാണ്. ഇപ്പൊ ജലത്തിൽ ഹൈഡ്രോമീറ്റർ വെച്ചാൽ എത്രയാണ്? 1 അല്ലെ. ഈ ദ്രാവകത്തിന്റെ ഈ സർഫസ് ഇതിൽ എത്രയാണ്? 1. ഇതിന് നേരെ 1 എന്ന സംഖ്യ വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ജലത്തിനേക്കാൾ സാന്ദ്രത കൂടിയ ഒരു ദ്രാവകമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്തായി? ഈ ഹൈഡ്രോമീറ്റർ കുറച്ചും കൂടെ ഉയരും അല്ലെ. ഇവിടെ പ്ലവക്ഷണ ബലം കൂടുമ്പോൾ ഇത് കുറച്ചുകൂടി ഉയരും എന്ന രീതിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ സാന്ദ്രത കൂടുമ്പോൾ ഈ ഹൈഡ്രോമീറ്റർ എന്തായി? കുറച്ചുകൂടി ഉയർന്നു. ഇവിടെ ആപേക്ഷിക സാന്ദ്രത എന്താണ്? കൂടുതൽ അല്ലെ. ജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാന്ന് പറയുമ്പോൾ ഈ ആപേക്ഷിക സാന്ദ്രത 1 കൂടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഹൈഡ്രോമീറ്ററിൽ താഴേക്ക് വരുംതോറും ഈ അങ്കനങ്ങളുടെ മൂല്യം കൂടിക്കൂടി വരികയല്ലേ വേണ്ടത്. അപ്പോഴല്ലേ ഈ ഒരു കൺസെപ്റ്റ് ഇവിടെ ശരിയാവുന്നത് അല്ലെ. ഇവിടെ 1, ജലത്തിൽ 1, കണ്ടോ? 1 ഇവിടെയുള്ളത് 1 ജലത്തിനേക്കാൾ സാന്ദ്രത കൂടിയ ദ്രാവകങ്ങളിൽ ഇവിടെ എന്തായി? ഇത് കുറച്ചുകൂടി ഉയർന്നു. അപ്പോൾ ഇവിടെ എന്തായി? വാല്യൂ 1 കൂടുതൽ കാണിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ താഴേക്ക് പോകുന്തോറും ഒരു ഹൈഡ്രോമീറ്ററിൽ അങ്കനങ്ങളുടെ മൂല്യം കൂടിക്കൂടി വരികയാണ് വേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ ഏറ്റവും ഇടതുവശത്തായിട്ട് കൊടുത്തുള്ള ചിത്രം നോക്കിക്കോ. ഇവിടെ ജലത്തിനേക്കാൾ സാന്ദ്രത കുറഞ്ഞ ലെസ് ഡെൻസ് ദാൻ വാട്ടർ. ഓക്കെ, ജലത്തിനേക്കാൾ സാന്ദ്രത കുറഞ്ഞ ഒരു ദ്രാവകത്തിൽ ഹൈഡ്രോമീറ്റർ താഴ്ത്തിയാൽ ഈ ഹൈഡ്രോമീറ്റർ കുറച്ചുകൂടി താഴും അല്ലേ. അപ്പൊ ഇതിന് സാന്ദ്രത കുറഞ്ഞതുകൊണ്ട് ആപേക്ഷിക സാന്ദ്രത 1 കുറയല്ലേ വേണ്ടത്. ജലത്തിൽ 1 വീണ്ടും കുറയും. അപ്പൊ അത്ര ഒരു 0.9 0.8 ഒക്കെ ആവും. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് അതാണ്. എന്താണ്? ജലത്തിനേക്കാൾ സാന്ദ്രത കൂടിയ ദ്രാവകങ്ങളിൽ ആപേക്ഷിക സാന്ദ്രതയും കൂടും, 1 കൂടും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും? താഴോട്ട് പോകും തോറും ഈ അങ്കനങ്ങളുടെ മൂല്യം കൂടി വരുന്ന രീതിയിലാണ് ഹൈഡ്രോമീറ്റർ ഉള്ളത്. ഓക്കെ, നമുക്കത് വായിക്കാം, അപ്പൊ മനസ്സിലാവും. എന്താ ഇവിടെ പറഞ്ഞുണ്ടോ? ഹൈഡ്രോമീറ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അങ്കനങ്ങൾ സൂചിപ്പിക്കുന്ന ആപേക്ഷിക സാന്ദ്രതാ വിലകൾ താഴോട്ട് വരുംതോറും കൂടി വരും, താഴോട്ട് വരുംതോറും കൂടി വരും. അതിനാൽ ഹൈഡ്രോമീറ്റർ കൂടുതൽ പൊങ്ങിക്കിടക്കുന്ന ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത കൂടുതലായിരിക്കും. കണ്ടോ, ഇവിടെ ഏറ്റവും ഇടതുവശത്താണ് ഹൈഡ്രോമീറ്റർ കൂടുതൽ പൊങ്ങിക്കിടക്കുന്നത്. ഇതിന്റെ ആപേക്ഷിക സാന്ദ്രതാ വില കൂടുതലാണ്. കണ്ടോ, ഇവിടെ 1 കൂടി 1.2 ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഹൈഡ്രോമീറ്ററിന് ചിത്രം കൊടുത്തിട്ടുണ്ട് ഇടതുവശത്ത്. കണ്ടോ, മുകളിൽ എത്രയാണ്? 0.50 ആണ്. താഴെയോ 1 അതായത് താഴോട്ട് പോകുന്നതോറും ഈ വിലകൾ എന്തായി? കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് അല്ലേ. എന്താ പറഞ്ഞത്? ജലത്തേക്കാൾ സാന്ദ്രതയുള്ള ദ്രാവകത്തിൽ ഹൈഡ്രോമീറ്റർ സൂചിപ്പിക്കുന്ന അങ്കനം 1 എന്ന അങ്കനത്തിന് മുകളിൽ ആയിരിക്കുമോ താഴെ ആയിരിക്കുമോ? താഴെ ആയിരിക്കും അല്ലെ. താഴോട്ട് പോകുന്തോറും കൂടി വരുന്ന രീതിയിലാണ് ഉള്ളത്. പാലിൽ വെള്ളം ചേർന്നിട്ടുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കും? ഓക്കെ, അതിനുപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ലാക്ടോമീറ്റർ എന്ന് പറയുന്നത്. ലാക്ടോമീറ്റർ എന്തിനുപയോഗിക്കുന്നു പറഞ്ഞാല് പാലിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. ഇത് തത്വത്തിൽ ഒരു ഹൈഡ്രോമീറ്റർ തന്നെയാണ്. ഓക്കെ, ലാക്ടോമീറ്റർ എന്ന് പറഞ്ഞാൽ പാലിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്ന ഉപകരണമാണ്. തത്വത്തിൽ ഇതൊരു ഹൈഡ്രോമീറ്റർ തന്നെയാണ്. ഓക്കെ, ശുദ്ധമായ പാലിലും ജലം ചേർത്ത പാലിലും ലാക്ടോമീറ്റർ കാണിക്കുന്ന റീഡിംഗ് തുല്യമായിരിക്കുമോ? അല്ല. എന്തുകൊണ്ട്?
ശുദ്ധമായ പാലിന്റെയും ജലം ചേർത്ത പാലിന്റെയും സാന്ദ്രതയിൽ വ്യത്യാസമുണ്ട്. അതായത് ആപേക്ഷിക സാന്ദ്രതയിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് റീഡിംഗ് എന്താണ്? വ്യത്യസ്തമാണ്. ശുദ്ധമായ പാലിലാണോ കൊഴുപ്പ് മാറ്റിയ പാലിലാണോ ലാക്ടോമീറ്റർ കൂടുതലായിട്ട് താഴുന്നത്? ഇവിടെ കൊഴുപ്പ് മാറ്റിയ പാലിലാണ് ലാക്ടോമീറ്റർ കൂടുതലായിട്ട് താഴുന്നത്. ഏതിലാണ്? കൊഴുപ്പ് മാറ്റിയ പാലിൽ. എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ശുദ്ധമായ പാലിനേക്കാൾ സാന്ദ്രത കുറവാണ് കൊഴുപ്പ് മാറ്റിയ പാലിൽ. അല്ലെ, കൊഴുപ്പ് മാറ്റിയ കുറച്ചും കൂടി ലൂസായി പാല് എന്ന് വെച്ചാല് അവിടെ സാന്ദ്രത കുറഞ്ഞു. അതുകൊണ്ട് ലാക്ടോമീറ്റർ കൂടുതലായിട്ട് താഴുന്നു. ഓക്കെ, കൊഴുപ്പ് മാറ്റിയ പാലിനാണ് ശുദ്ധമായ പാലിനേക്കാൾ സാന്ദ്രത കുറവ്, അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രത കുറവ് എന്ന് പറയാം. ഓക്കെ, രണ്ടും ശരി തന്നെയാണ്. പാലിൽ വെള്ളം ചേർന്നിട്ടുണ്ടോ എന്ന് ലാക്ടോമീറ്റർ ഉപയോഗിച്ച് എങ്ങനെ തിരിച്ചറിയും? വെള്ളം ചേർന്നിട്ടുള്ള പാലിൽ ലാക്ടോമീറ്റർ കൂടുതലായിട്ട് താഴുന്നു. ഓക്കെ, ശുദ്ധമായ പാലിൽ താഴുന്നതിനേക്കാൾ കൂടുതലായിട്ട് വെള്ളം ചേർത്ത പാലിൽ ലാക്ടോമീറ്റർ താഴുന്നു. ഇങ്ങനെ പാലിൽ വെള്ളം ചേർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. പാലിൽ വെള്ളം ചേർത്ത് വിൽക്കുന്നത് പോലെ കുറ്റകരമാണ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ മായം ചേർക്കുന്നത്. ഇത് ഒരു സാമൂഹിക വിപത്തും കൂടിയാണ്. ഇതിനെതിരെ സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുന്നതിനുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കി സ്കൂൾ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കൂ. ഓക്കെ, ഇനി വിലയിരുത്താൻ പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്.